എന്റെ കേരളം എത്ര സുന്ദരം. വണ്ടി എടുത്തോടാ, അയാളല്ലേ പോകുന്നത്? ഇയാളെന്ത് ഇവിടെ കിടന്ന് ഇറങ്ങുന്നത്? പൈസ മേടിച്ചിട്ട് മുങ്ങി ഇടക്കല്ലേ? വണ്ടി കയറി എടുത്തിയാലുണ്ടോ അങ്ങോട്ട്? ഞാൻ എന്തുവാണ് കാണിക്കുന്നത്? രാവിലെ ഷോപ്പിൽ വരാന്ന് പറഞ്ഞിട്ട് കാടുവാരം നടക്കുകയാണോ? താനെന്താണ് അങ്ങനെ നോക്കുന്നത്? പറഞ്ഞ അഡ്വാൻസ് മുഴുവൻ വാങ്ങിയതല്ലേ? ഷോപ്പ് ഇവിടെ അല്ല, ഏറെ വണ്ടിയില്. അല്ല കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കല്ല മനസ്സിലാത്തരാ. കയറാ വണ്ടിയിൽ, കയറാ വണ്ടിയിൽ. തമ്പി വണ്ടി കയറാ, നമ്മളടുത്താണ് ഇവന്റെ കളി. തമ്പി അയാളെ പിന്നെ മുങ്ങിയടാ. ഇറങ്ങണ വണ്ടി. ഇയാളെന്താടാ ചാത്തനാ? ഇന്നടേക്ക് മുങ്ങിയ കേറ്, ആ വഴിക്ക് പോയി നോക്കാം. നാം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇതുപോലെ ഒത്തിരി കണ്ടു. പുതുതലമുറയിലെ പ്രജകൾക്കെല്ലാം ഭ്രാന്താണോ ശിവനെ? ഒരുവിധം ശരിയാക്കി വന്നായിരുന്നു, കോണമാക്കി. നാം ദേവനൊന്നുമല്ല, മഹാബലിയാണ്. നിങ്ങൾ ഏത് വയ്യാവേലി ആയാലും ശരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി ചെയ്യും. ഇത് എന്റെ സ്പോട്ടാണ്. നമുക്കിതൊന്നും അറിയില്ല. നാം പറയുന്നതൊന്ന് കേൾക്കൂ പ്രജയ്. ഞാൻ പ്രജയ് രാവണപ്രഭു ഒന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടാ തിരിഞ്ഞൊഴിഞ്ഞാ പോവുകയെ. കഴിഞ്ഞ വീഡിയോയ്ക്ക് അറിയിച്ച് കിട്ടിയില്ല. ഇപ്പോഴെങ്കിലും 50K പിടിക്കണം. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? പാവം, റീച്ച് കിട്ടാതെ വട്ടായി പോയതായിരിക്കും. Oh my God. ഒരു മാവേലി വരുന്നുണ്ടല്ലോ. അപ്പൊ മാവേലി ഡമ്മി വേഷത്തിന് എന്തോ 5000 രൂപ കിട്ടും. ഇന്ന് നിന്റെ കാശ് ഞാൻ ഊരോടാ. ഭവതി ആരെ കാത്തു നിൽക്കുകയാണ്? അങ്ങനെയൊന്നുമില്ല, ഞാൻ ആരെയും കാക്കും. ഭവതി എന്താണ് ഈ കാണിക്കുന്നത്? ശമ്പളമോ? ഭവതി എന്താണ് ഈ പറയുന്നത്? നമ്മെ വിടൂ, നമ്മെ വിടൂ. നാം അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മെ വിടൂ. ഈ വന്ന കാലത്ത് ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടോ ദൈവമേ? തിണ്ടി. അളിയാ വാളിയാ, ഒരു പെഗടിച്ചിട്ട് പോവാ. അളിയനോ? നോം മഹാബലിയാണ്. ഓ, എവിടെ മതി? നമ്മളും പാലയെ പൊളിഞ്ഞ് കട്ടം വഴി ഇതുപോലെ ഓടിയിട്ടുണ്ട് അല്ലേ അളിയാ? ഓടുന്നതിന്റെ ക്ഷീണം നമുക്കറിയാം. അതുകൊണ്ട് ഒരു പെഗടിക്കാൻ വിളിച്ച. നീ വേണമെങ്കിൽ വേണ്ടേ? നീ വഴിയളിയാ, നമുക്കിതൊന്നും വേണ്ട. മംഗളം ഭവന്തു. മംഗളമല്ല, മനോരമ. ബാലയെ പൊളിഞ്ഞാലും വേറെ വിടല്ലേ ചേട്ടാ. ആണയൊന്നടിയുടെ ബാലയക്കാരുണ്ടൊരു ഗമേ. അളിയാ, വെള്ളത്തിൽ പോയടാ.
പേടിച്ചു പോലോ. താൻ ഏത് കടയിലെ പരസ്യത്തിനാ നിൽക്കുന്നത്? നാം മഹാബലിയാണ്. അത് വേഷം കേട്ടോ മനസ്സിലായി. അതാ ചോദിച്ചാ താൻ ഏത് കടയിലെ പരസ്യത്തിനാ നിൽക്കുന്നതെന്ന്. പ്രജകളെല്ലാം നമ്മെ പോലും മറന്നിരിക്കുന്നു. ആ, അതൊക്കെ പോട്ടെ. താൻ എന്തിനാ ഓടിക്കതച്ച് വന്നിരിക്കുന്നത്? ഓടിയതോ? മരിച്ചിൻ്റെ വേളയിൽ കളയെടുക്കാൻ ചെന്ന എന്നെ പന്നി ഓട്ടിച്ചെന്നേ. ഞാൻ മൺവെട്ടി എറിഞ്ഞിട്ട് ഓടിത്തള്ളി. ഇനി പോകുമ്പോൾ മരിച്ചിന് കാണുമോ എന്തോ. പന്നിയോ? കേട്ടിട്ടില്ലേ നിങ്ങൾ സിറ്റിക്കാരാ? കേട്ടിട്ടുണ്ട്, പക്ഷെ അതൊക്കെ കാട്ടിലല്ലേ. ഇപ്പൊ കാടും നാടൊക്കെ ഒരുപോലെയാ. ഇവിടെ ഇപ്പൊ പന്നിയുണ്ട്, പുലിയുണ്ട്, ആനയുണ്ട്, എല്ലാം മയിലും ഉണ്ട്. മയില് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ശ്രദ്ധിച്ചിരുന്ന വിളി കേൾക്കാം. മനുഷ്യർ കാട് കയ്യേറുമ്പോൾ മൃഗങ്ങൾ നാട് കയ്യേറുന്നു. കലികാലം. അതൊക്കെ പോട്ടെ, മാവേലി എന്തിനാ ഓടിയത്? നമ്മെ ഒരു കൂട്ടം നായ്ക്കളിട്ട് ഓടിച്ചു. ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. ആണോ? മാവേലി ഒന്ന് എണീറ്റേ. ഭാഗ്യം. കുണ്ടി രണ്ടും ഉണ്ട്. കുഞ്ഞമാരെ മോനെ എന്നാളെ പട്ടി ഓടിച്ച് 2 കുണ്ടിയും കൊണ്ടുപോയി. അത് പുറത്ത് വന്നപ്പം ചെറുക്കൻ ഇരിക്കാൻ പോലും മറന്നുപോയി. പുല്ലുകളെ എല്ലാത്തിനെയും കൊല്ലണം. അയ്യോ, അങ്ങനെ പറയരുത്. ഇതൊക്കെ തന്നെയാണ് പട്ടി സ്നേഹികളും പറയുന്നത്. ഈ തെരുവോട്ടികളെ ശല്യം നമുക്കല്ലേ അറിയാവൂ. ഇതൊക്കെ എന്ന് തീരുമോ എന്താ തമ്പുരാന്. ഒരാളെങ്കിലും നമ്മെ തമ്പുരാനെന്ന് വിളിച്ചല്ലോ. ഞാൻ നിങ്ങളല്ല വിളിച്ചത്, ഭഗവാനെ. ശരി, അങ്ങനെ ആയിക്കോട്ടെ. എന്താ തിരുവോണമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നിങ്ങളാരാ? നിങ്ങളെങ്ങനെയാ വീട്ടിനകത്ത് കയറിയത്? നോം മഹാബലിയാണ്. മഹാബലി തമ്പുരാനോ? തമ്പുരാനെന്റെ വീട്ടിൽ വന്നല്ലോ. ഞാൻ ധന്യനായി തമ്പുരാനെ, എനിക്ക് സന്തോഷമായി. നാം വന്നപ്പോൾ കുഞ്ഞെന്താ വിഷമിച്ചിരുന്നത്? എനിക്ക് ആരുമില്ല തമ്പുരാനെ, ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ്. മകന്റെ അച്ഛനും അമ്മയും? അച്ഛനും അമ്മയൊക്കെ നേരത്തെ മരണപ്പെട്ടു. അവർ എങ്ങനെയാണ് മരിച്ചത്? എന്റെ അച്ഛനും അമ്മ ഞാൻ കൊന്നു തമ്പുരാനെ. കഞ്ചാവ് അടിക്കാനും വെള്ളം അടിക്കാനും പൈസ ഉള്ളതേ 2 എണ്ണത്തിനെയും ചിട്ടിയിലടിച്ച് ഞാൻ തീർത്തു. ഞാനിപ്പോ ജാമ്യത്തിലാ തമ്പുരാനെ. തമ്പുരാനെ എനിക്ക് ആരുമില്ല തമ്പുരാനെ. തമ്പുരാനെ പോകരുത് തമ്പുരാനെ. തമ്പുരാനെ പോകരുത് തമ്പുരാനെ. ഏതായാലും ഏട്ടാ ഒന്നുകൂടെ അടുത്തല്ലേട്ടോ. അവനല്ലേ? ഇത് അവനല്ല. അവനെ ഇനി വെറുതെ വിട്ടുവിടാം. കേറാ വണ്ടിയിൽ. അവന്റെ അവസാനം എന്റെ അയ്യോ. എന്താടാ അയാളെ ദേഹത്തോടെ കയറ്റി ഇറക്കിയ? കൊന്ന അയാള്. വണ്ടി വിട്ടോടാ. ഇനി ഇവിടെ നിക്കല്ലേ, വണ്ടി വിട്ടോ. വണ്ടിയാ പോവാ. കാലനോ? അതേ തിരുമേനി. കാലൻ എന്താ ഇവിടെ? ആ പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? സംഭവിച്ചത് ആ പിള്ളേർക്കല്ല, അങ്ങേക്കാണ്. നമുക്കോ? അതേ തിരുമേനി, അങ്ങേക്കാണ് സംഭവിച്ചത്. അങ്ങിപ്പോ ആത്മാവാണ്. അങ്ങ് വിഷമിക്കേണ്ട. അങ്ങ് ഭരിച്ചിരുന്ന നാടല്ല അത്. നാട് വികസിച്ചു, പക്ഷെ ജനങ്ങൾ ഇനിയും നന്നാവാനുണ്ട്. അപ്പോ നാം ഇനി വരു തിരുമേനി, നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം. അപ്പോ നമ്മുടെ പ്രജകളോടൊത്തുള്ള ഓണം മനുഷ്യരില്ല ഒന്നുപോലെ. അതൊക്കെ സ്വർഗത്തിലാ തിരുമേനി.
നമുക്ക് ഓണം സ്വർഗത്തിൽ ആഘോഷിക്കാം. ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ തമ്മിൽ തല്ലി ചാകുകയാണ്. മനുഷ്യത്വം നഷ്ടപ്പെട്ടു. വരൂ, നമുക്ക് പോകാം. നമ്മുടെ വാഹനം നാം എവിടെയാണല്ലോ കെട്ടിട്ടിരുന്നത്? കാണുന്നില്ലല്ലോ. അതാ അങ്ങോട്ട് നോക്കൂ.